10 മാസം മലയാളം മൂവി റിവ്യൂ. 10 മാസം ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ കരുതി ഒരു ഫാമിലി ബേസ് മൂവി ആയിരിക്കും, നല്ല ഒരു സിനിമയായിരിക്കും എന്നൊക്കെ കരുതി. നല്ല ടച്ചിലല്ലേ 10 മാസം എന്നൊക്കെ പറഞ്ഞാൽ. ഇതേ കണക്കത്തെ ഒരു ദുരന്തം പടം. എൻ്റെ അപ്പോ ഇതെന്തൊരു പടം ഇത് എന്നാണ് ചിന്തിക്കേണ്ട. കാരണം നാടൻ ജീവിതങ്ങൾ, നാടൻ രാഷ്ട്രീയങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിയുടെ അനുഭാവികൾ, ഇതൊക്കെയാണ് ഈ സിനിമയുടെ തീമെന്ന് പറയുന്നത്. ചെറുതായിട്ട് കഥയുടെ പ്ലോട്ടും കൂടെ പറഞ്ഞാൽ മാത്രമേ ഈ ഒരു സിനിമയുടെ റിവ്യൂ പൂർത്തിയാവത്തുള്ളൂ. അതായത് നമ്മുടെ നായികയാണ് പ്രധാനം. നായിക ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ്. ഹസ്ബൻഡുമായിട്ട് പ്രഗ്നൻ്റ് ടൈമിൽ തന്നെ വഴക്കിട്ട് നിൽക്കുന്ന ഒരു നായികയാണ്. ഒരു മോളുണ്ട് നായികയ്ക്ക്. അങ്ങനെ അവരുടെ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ളത് കാണിച്ചു പോയിട്ട് അങ്ങനെ ഒരു തീമിൽ പിന്നെയാണ് പാർട്ടിയുടെ കടന്നു ഒരു ലൈഫിലോട്ട് വന്നിട്ട് ഈ പ്രഗ്നൻ്റായ നമ്മുടെ കഥാനായകനെ പിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മാറ്റിയാണ്. പിന്നെ അപ്പോഴും ഈ ഒരു പ്രഗ്നൻ്റിൻ്റെ കാലാവധി ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതും ഒരു പ്രഗ്നൻ്റ് ലേഡിയല്ലേ, ജയിക്കത്തില്ലേ, അങ്ങനെയൊക്കെ. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞൊക്കെയാണ് കാര്യം. UDF അവിടെ ജയിക്കുകയും ചെയ്യും, ഈ സ്ഥാനത്ത് തോക്കുകയും ചെയ്യും. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു നായിക. എനിക്കെന്ത് പാർട്ടി, ഏത് പാർട്ടി, ഞാൻ എന്തിനു മത്സരിച്ച് എന്തിനു നിന്നെന്നുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി പാർട്ടി പരമായിട്ടുള്ള എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ച ഒരു പടം. പിന്നെ ഈ നായകയ്ക്കൊരു ഭർത്താവുണ്ട്, തണ്ണിയാണ് ഫുൾ ടൈം. അങ്ങനൊരു കഥാപാത്രം. എന്തിനാണ് എന്തെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യമൊക്കെ? പിന്നെ ഏതൊക്കെ കുറേ കഥാപാത്രങ്ങൾ വരുന്നത് പോകുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സിനിമ കാണാൻ വേണ്ടി പറ്റും, ഒരു നാടൻ പശ്ചാത്തലത്തിൽ നല്ലൊരു സിനിമ കാണാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കണ്ടിട്ട് അവസാനം അറ്റോ ഇല്ല മൂലോ ഇല്ലാത്ത ഉണക്കത്തൊരവസ്ഥയായിപ്പോയി. തുടക്കം എവിടെ അവസാനിച്ച് ഇവിടെ എന്തിനെടുത്ത് ഈ പടം എന്ന് കാര്യമായിപ്പോയി. 1 മണിക്കൂറും 34 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. വളരെ സന്തോഷം. കാരണം ഈ ഒരു അപരാധം പിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലേ. ഡയലോഗ് പറഞ്ഞതൊക്കെ ഡയലോഗ് പറഞ്ഞ കുറേ രീതി കൊണ്ട് നല്ല പറയിപ്പിച്ച് നടക്കണം ഡയലോഗ് പറയുന്നത്. അടുത്ത ആൾ ഡയലോഗ് പറയണേ, ഇനി അടുത്ത ആൾ ഡയലോഗ് പറയണേ, അങ്ങനെ ഡയലോഗ് പറയുന്നത്. ഒരു വല്ലാത്തൊരു ദുരന്തം പടമായിപ്പോയി. ഭാഗ്യം ഇത് വലിയ ആരും തിയേറ്ററിൽ പോയൊന്നും കാണാതിരുന്ന. തിയേറ്ററിലൊക്കെ ഈ 1 മണിക്കൂറൊക്കെ എങ്ങനെ മുഴിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു പടം. ഒരു ജീവിതങ്ങൾ കാണിക്കാനും അല്ലെങ്കിൽ നാടൻ പശ്ചാത്തലങ്ങൾ കാണിക്കാനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡയറക്ഷനിൽ ശ്രദ്ധിക്കാമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നതിനൊക്കെ ഒരു അറ്റവും മൂലമില്ല. ഇത് ഏതാണ്ടൊരു സിനിമ എടുക്കണം എന്ന രീതിക്ക് എടുത്ത കണക്കായിപ്പോയി. ഒരു സിനിമ നമുക്ക് എടുക്കാമെന്നുള്ള രീതിക്ക് എന്തൊക്കെയോ കുത്തിക്കയറ്റി വെച്ച കണക്കായിപ്പോയി പടം. ഒരറ്റവും ഇല്ല, ഒരു മൂലവും ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ പറയുന്നു. എന്താണ് ഹസ്ബൻഡിനുള്ള റിവഞ്ചാണോ വൈഫിൻ്റെ, എന്തൊന്നും അറിയാൻ വയ്യ. പിന്നെ അല്ലെങ്കിൽ പാർട്ടീനെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്, തോക്കുന്നു. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥീനെ വലതുപക്ഷങ്ങൾ വന്നിട്ട് ആദരിക്കാനൊക്കെ വരികയാണ്. സൗഹൃദമായ ഒരു പാർട്ടി പടം എന്തോന്നൊക്കെ എടുത്ത് വെച്ചേക്കുകയാണെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. എന്തിനും ഈ ഇങ്ങനൊരു പടുന്ന ചിന്തിക്കുന്നത്. വലിയ ഒരു അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ ഉണ്ടെന്ന് ഈ പടത്തിനെ പറ്റി. അതെല്ലാം പോയി കിട്ടി. ഒരു കുട്ടിയുണ്ട് ഇതിനകത്ത്. തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിന്നുള്ളത്തെ ഒരു ഡയലോഗുകളും പെർഫോമൻസും കൊടുത്ത് ആ കൊച്ചിനെ കൊണ്ട് എന്തോതൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം അങ്ങനത്തെ ഒരു പടം. അപ്പോൾ ഇതൊക്കെയാണ് 10 മാസം എന്ന് പറയുന്ന ഒരു അണ്ടർറേറ്റഡ് ഫ്ലോപ്പിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇമാതിരി പടങ്ങളെടുത്ത് സ്വയം നാണം കെടുത്താനും ബാക്കിയുള്ളവർക്ക് ഒരു മെനക്കെടാക്കി വെക്കരുത്. ഇത്ര പറയുള്ളൂ.